അങ്ങനെ ബുഗയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുമാരിയൊക്കെ ബേബിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കണേ. പോണേൻ്റെ അന്ന് തന്നെ ബേബിക്ക് പനി പിടിച്ചു കേട്ടോ. ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് കുമാരിയൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെപ്പിച്ചു കേട്ടോ. വളരെയധികം താങ്ക്സ് അവരോട് കേട്ടോ. അപ്പോട്ടനെ അപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിതാ കാറിൽ കയറി നീണ്ടൊരു യാത്രയെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കേട്ടോ. പക്ഷേ ട്രാഫിക് കാരണം നല്ല ബുദ്ധിമുട്ടി. അപ്പോൾ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് അവിടെ ഒരു വണ്ടി പറഞ്ഞു, ബൈക്ക്. അപ്പോൾ അപ്പോട്ടനും എല്ലാവരും കുറേ പേര് നിർത്തിയിട്ട് പോകാൻ നോക്കുമ്പോൾ അയലനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അയാൾ കള്ളുടിച്ചിട്ട് വീണതായിരുന്നു. ഫുള്ള് ആടുമായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരെങ്ങനെയൊക്കെയോ അയലനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ പോകും വഴിക്ക് കണിക്കൊന്ന കണ്ടു കേട്ടോ. അപ്പോൾ ഏതായാലും വിഷു ആണല്ലോ, വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോണത്. അപ്പോൾ കുറച്ച് കണിക്കൊന്ന അപ്പോട്ടം പൊട്ടിച്ചു. ഒരുപാട് കണിക്കൊന്ന അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേദു ഭയങ്കര കരച്ചിലായിരുന്നു, വേദുവിനും വരണം പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ഒന്നാമത് വെയില്ല. അപ്പോൾ ചൂട് ചായ കുടിക്കാൻ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി ചായയും അതുപോലെ തന്നെ ഉഴുന്നുവടയും പറഞ്ഞു കേട്ടോ. സ്വാസ്ഥ്യത്തിന് നന്നല്ലാത്തൊരു ചായ ആയിരുന്നു കേട്ടോ ഗൈസ്. ഭയങ്കര കടുപ്പം. ലൈറ്റ് ചായ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയതൊക്കെ നോക്കി അപ്പോട്ടോ അതൊന്നും പറഞ്ഞില്ല. ഈ വട ഒരു സെറ്റിന് 45 രൂപയ്ക്ക് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വടയ്ക്ക് അത്ര രൂപയൊന്നും ഇല്ലല്ലോ. പിന്നെ വേദനൊരു ജ്യൂസ് വേണം പറഞ്ഞിട്ട്. ഈ ചേട്ടൻ മലയാളം അറിയാം. അപ്പോൾ ഞാൻ ഐസ് ഇടാത്തൊരു ജ്യൂസും പറഞ്ഞു. അപ്പോൾ അതും കുടിച്ചു. എന്നിട്ട് ഞങ്ങളിതാ ബാംഗ്ലൂർ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായി ഒന്ന് തെറ്റി. പുള്ളിക്ക് ശരണ്യ വന്നു സ്കൂട്ടിയായിട്ട്. പിന്നെ എന്താ ഞങ്ങളിവിടെ എത്തി. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു, കാപ്പിയൊക്കെ കുടിക്കുക കേട്ടോ. പിന്നെ വേദു ഹാപ്പി. വേദുവിന് എപ്പോഴും ഇങ്ങോട്ട് വരണം, ബാംഗ്ലൂർക്ക് വരണം എന്നുള്ളൊരു ഇതായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലൊക്കെ കഴിക്കുക, ഫ്രഷായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ബേബി ഫുഡൊക്കെ കഴിച്ചു. ചോറും ബീഫും അച്ചാറും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വീട്ടിലത്തെ ഫുഡ് കഴിച്ചൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇത്ര ഇങ്ങനെ വിഭവസമൃദ്ധമായി ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം വിഷു ആണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഷ്ണങ്ങൾ നുറുക്കുകയാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഇരുന്ന് നുറുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ദുരന്തർ സിനിമ കാണാൻ പോകാം കേട്ടോ. അളിയനും കൂടി ദുരന്തർ സിനിമ കാണാൻ പോയി. അതൊക്കെ നോക്കി ഞങ്ങൾ കണിയൊക്കെ ഒരുക്കിട്ടോ. ഇനി അടുത്ത വിഷു വീഡിയോസൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.